എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദാവീദ്, ഹണ്ട്, നടികർ, ബിഗ് ബാൻ തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് കിങ്സ്റ്റൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. GV പ്രകാശാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT റിലീസ് എത്തിയിരിക്കുകയാണ്. C5 ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇന്നാണ് കിങ്സ്റ്റൺ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. 6 മണിക്ക് ശേഷം സിനിമ C5-ൽ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ സ്വന്തമാക്കിയത്. സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. അത്യാവശ്യം കോമഡി സിനിമയിലുണ്ട്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് ഏപ്രിൽ മാസം പകുതിയോടുകൂടിയായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 250 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് എമ്പുരാൻ. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ് എമ്പുരാൻ. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാറും ആമസോൺ പ്രൈമും തമ്മിൽ മത്സരം വന്നിരിക്കുകയാണ്. ലൂസിഫർ വാങ്ങിയത് ആമസോൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് മോഹൻലാലിന്റെ എല്ലാ പടവും എടുക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അതുകൊണ്ട് കൂടുതലും ഹോട്ട്സ്റ്റാറിലായിരിക്കും സിനിമ വരുന്നത്. ഏപ്രിൽ മാസം ലാസ്റ്റ് ആയിരിക്കും എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജ് സ്വന്തമാക്കിയത്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. ഈ സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ആമസോൺ പ്രൈമാണ് ഫൂട്ടേജ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഫൂട്ടേജ് എന്ന സിനിമ ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വിഷ്ണുപ്രിയ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ സിനിമയാണ്. പ്രിയ വാര്യരാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമാണ്. ഏപ്രിൽ മാസം 18-നാണ് വിഷ്ണുപ്രിയ എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു OTT വൈകിയത്. ഇപ്പോൾ ഇതാ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സൈനാപ്ലേ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ED സിനിമ സൈനാപ്ലേയിലാണ് വരാൻ പോകുന്നത്. സുരാജാണ് സിനിമയിലെ നായകൻ. എക്സ്ട്രാഡേഷൻ എന്ന ഈ സിനിമ ഒരു ഫാമിലി കോമഡി മൂവിയായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023-ലാണ് വേല ഇറങ്ങിയത്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഷെയ്നികം, സണ്ണി വെയിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമിൽ വേല സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. വേല ഒരു ത്രില്ലർ സിനിമയായിരുന്നു. ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി വേല സിനിമ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ മോശം പ്രതികരണമാണ് നടികർ സ്വന്തമാക്കിയത്. ഇറക്കിയ പൈസ പോലും നടികർ സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഒരുപാട് താരനിര നടികർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നടികർ ഒരു കോമഡി മൂവിയായിരുന്നു. പക്ഷേ സിനിമ ഡിസാസ്റ്ററായി. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ OTTയിൽ കൊണ്ടുവരാനാണ് അവരുടെ പദ്ധതി. ഏപ്രിൽ മാസം 30-ന് മുന്നേ നടികർ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ റിലീസ് പ്രഖ്യാപിച്ച സിനിമയാണ് ബിഗ് ബാൻ. സൺനെസ്റ്റാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോഴത്തെ വീണ്ടും ബിഗ് ബാൻ സിനിമ റിലീസാക്കാൻ ഒരുങ്ങുകയാണ്. ഏപ്രിൽ മാസം 18-ന് ബിഗ് ബാൻ സിനിമ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സൺനെസ്റ്റാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അനുമോഹൻ, വിനയ് ഫോർട്ടാണ് ബിഗ് ബാൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ബിഗ് ബാൻ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദാവീദിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. കാരണം ഇതൊരു ഇടിപടമാണ്. മികച്ച അഭിപ്രായമാണ് ദാവീദിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആന്റണി വർഗീസാണ് ദാവീദ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ദാവീദ് സിനിമയ്ക്ക് നല്ല പ്രതികരണം ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും സിനിമ പെട്ടെന്ന് തന്നെ വാഷൌട്ടായി. ദാവീദ് സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസം 18-നാണ് ദാവീദ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഹണ്ട് സ്വന്തമാക്കിയത്. പക്ഷേ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഷാജി കൈലാസാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. വിഷുവിന് സിനിമ വരുമെന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏപ്രിൽ മാസം 18-നായിരിക്കും ഹണ്ട്
ഹണ്ട് സിനിമ റിലീസാകാൻ പോകുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഹണ്ട് സിനിമ മനോരമ മാക്സിൽ റിലീസാക്കും. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ട് 2 വീക്കായി. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.